ഇന്നലെ രാത്രി എന്നിട്ട് ഉറങ്ങിയിട്ട് എനിക്ക് ഉറക്കം അറിയുള്ളൂ. എപ്പോഴും പുട്ടി നമുക്കിത് കഴിക്കില്ല. അമ്മ ലാസ്റ്റ് നിങ്ങൾ കഴിച്ച അത് കഴിഞ്ഞിട്ട് ഞാൻ കഴിക്കാൻ പറയാം. പക്ഷെ ലാസ്റ്റില് ചോറേ ഉണ്ടാവില്ല. അമ്മ എന്ത് കൺഫ്യൂസ് ചെയ്യ അപ്പൊ കുട്ടക്ക്. അപ്പൊ എന്തെങ്കിലും വീഡിയോ ഇന്ന് വരും. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. ഗുഡ് മോർണിംഗ്. ഒരു മിനിറ്റ്. ഇത് വൈകി പോയുടെ എഴുന്നേറ്റപ്പോ ഇപ്പൊ പിടിപിടിന്ന് പണിയെടുക്കണം. ജോലിക്ക് പോണ്ടേ. 2 ദിവസമായുള്ളൂ ജോലിക്ക് പോയി തുടങ്ങിയിട്ട്. 2 ആഴ്ച ലീവ് എടുത്തു. 2 ആഴ്ച ലീവ് കഴിഞ്ഞിട്ട് പോയി തുടങ്ങിയിട്ട് മിനിഞ്ഞാന്നോടി പോയി തുടങ്ങിയതല്ലേ ഉള്ളൂ. അപ്പൊ അവിടെ ചെന്നിട്ട് കുറെ പണികൾ ചെയ്യാനുണ്ട്. അതൊക്കെ പെൻഡിങ് ഒക്കെ തീർത്തോണ്ടിരിക്കണു. അമ്മക്ക് മടിയായിട്ടോ പിന്നെ പോവാൻ. ലീവ് എടുത്തു ജോലിക്ക്. എന്നാ പോലും പിന്നെ പോണല്ലോ. എന്നാലും പോണല്ലോ. പിന്നെ അങ്ങ് പോയി. പിന്നെന്താ പറയണേ. നമുക്ക് ഇങ്ങനെ വയ്യാതെ വന്നപ്പോൾ കുറേ ആൾക്കാർ നമുക്ക് മെസ്സേജ് വിട്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് പ്രാർത്ഥിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ ആൾക്കാർ മെസ്സേജ് വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം. എല്ലാവരോടും ഒത്തിരി നന്ദി. എന്താ വെച്ചാൽ എല്ലാവരും നമുക്കൊരു പ്രാർത്ഥിക്കണം എന്ന് പറയുമ്പോൾ തന്നെ അത് വലിയൊരു അനുഗ്രഹമല്ലേ. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഒക്കെ ആയിട്ട് പോണു. സന്തോഷം എല്ലാവരുടെ അടുത്തും. പിന്നെ എന്തുവാടാ, പിന്നെ എങ്ങനെയാ അതേ ഇന്നിപ്പോൾ കറികൾ വയ്ക്കുന്നത്. കറി വെച്ചിട്ട് പോണം, പെട്ടെന്ന് പോണം. സമയാവാറായിട്ടുണ്ട്. അല്ല സോനം കൊച്ചിനെ സ്കൂളിൽ വിടാനുള്ള പരിപാടിയിലാണ്. തിരക്കില്ല അതിന്. ഉച്ചക്ക് സ്നാക്സ് കപ്പ് കേക്ക് കുറെ ദിവസമായി. കപ്പ് കേക്ക് ഇടാം. പിന്നെ കപ്പ് കേക്ക് മേടിച്ച് പിന്നെ അന്ന് ആർക്കും ഉണ്ടായിരുന്നില്ല സ്നാക്സ് ഒന്നും. അന്ന് വിശന്ന് വേറെ എല്ലാരും പോകുന്ന. അന്ന് സ്നാക്സ് അന്ന് വീടുകളിൽ കഞ്ഞി കുടിക്കാൻ പോലും ഉണ്ടാവില്ലല്ലോ സോനം. ഇന്നത്തെ പിള്ളേർക്കാണ് സ്നാക്സ് ഒക്കെ കൊടുത്തു വിടുന്നത്. അന്നൊക്കെ സ്കൂളിലെ കഞ്ഞി കുടിച്ച്. ഇന്നത്തെ പിള്ളേർക്ക് എന്താ പറയുക, ടീച്ചർമാരൊക്കെ തെറി വിളിക്കുമ്പോ ഞാൻ ഷോക്കായി പോവാണ് സത്യം പറഞ്ഞ. ഞങ്ങൾ പഠിച്ചിരുന്ന സമയത്തേക്ക് ഈ സാർമാരൊക്കെ ടീച്ചർമാരെ കാണുമ്പോ പേടി ഓടും. പേടി നേരം നോക്കാൻ പേടിയായിരിക്കും. ഭയങ്കര പേടിയായിരുന്നു. നമ്മൾ ടീച്ചറിനെ ചീത്ത പറയൂ, അത് കൂട്ടുകാരൻ വിളിച്ച്. അല്ലാണ്ട് നേരെ ടീച്ചറിന് മുമ്പിലേക്ക് ചീത്ത പറയാൻ നമുക്ക് ധൈര്യമില്ല. ടീച്ചർമാര് ഭയങ്കര പേടിയ ടീച്ചർമാരാണ്. അവരൊക്കെ നമുക്ക് ഫ്രണ്ട്ലി ഉണ്ടോ, നല്ല സ്നേഹത്തിന് പോണം. അല്ലടാ, അത് ഈ പണ്ടങ്ങനെ ഞങ്ങളൊക്കെ നന്നായിട്ട് പേടിച്ചിട്ടുണ്ട്. സാർമാര് വന്നെന്ന് കേൾക്കുമ്പോഴത്തേക്ക് ഓടി നേരെ നിൽക്കൊന്നുമില്ല അന്ന്. അപ്പൊ അന്നങ്ങനെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് പേടിയുള്ളത് കൊണ്ട് തന്നെ തെറ്റ് ചെയ്യാൻ പേടിയായിരുന്നു. വഴക്കുണ്ടാക്കാൻ പേടി. പിള്ളേരായിട്ട് അടിപിടി കൂടാനൊക്കെ ഭയങ്കര പേടി. അന്നൊക്കെ സാർമാർ നോക്കി നല്ല ചൂരലിനെ പെട്ടാന്ന് പറഞ്ഞ് അടിക്കുന്നു. നല്ല അടി അടിക്കും. ഇന്നിപ്പോ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. അടിക്കാനൊന്നും അല്ല. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അത് ഓരോ കാലത്തിന്റെ വ്യത്യാസങ്ങളാണ്. കാലഘട്ടം. പിന്നെ അമ്മയുടെ ജോലിനെ പറ്റി കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ. അല്ല ഞാൻ കളിയാക്കിയതല്ല കേട്ടോ. അവിടെ ഒരുങ്ങി പോണ കാണുമ്പോ സാധാരണ മനസ്സിലായോ, ഒരുങ്ങി പോണ നമുക്ക് എന്തൊരു ക്യൂരിയോസിറ്റി തോന്നും. കളിയാക്കണല്ല, എല്ലാ ജോലിക്കും അതിന്റെ റെസ്പെക്ട് ഉണ്ട്. പിന്നെ ഏത് ജോലിക്കും അതിന്റെ ആ ജോലിക്ക് അത് മാന്യത ഉള്ളത് കൊണ്ടാണല്ലോ ഞാൻ പോകുന്നേ. ജോലിക്ക് എന്താ മാന്യത കുറവൊന്നും നമ്മൾ വിചാരിക്കുന്നില്ല. നീ ഇപ്പൊ ചുമ്മാ എന്നോട് പോണോണ്ട ബാങ്ക് മാനേജർ ചുമ്മാ അത് എപ്പോഴും നമ്മുടെ ഗെറ്റപ്പ് കാണുമ്പേ അല്ല മേക്കപ്പ് അല്ല ഇടണേ, ആ ചാരുടുക്കലും ആ ഒരു ഒരുങ്ങി പോണാണുമ്പേ അതെല്ലാവരും. എടാ ഇന്നത്തെ കാലത്ത് എല്ലാവരും പണ്ടൊക്കെ ആയിരുന്നു ആൾക്കാരിങ്ങനെ ഇങ്ങനെ പക്ഷെ ഇന്നിപ്പോ ആര് എന്ത് ജോലിക്ക് പോയാലും അവർ നല്ല ടിപ് ടോപ്പായിട്ട് ജോലിക്ക് പോകുള്ളൂ. എല്ലാവരും നല്ല ഇതായിട്ട് പോകും. എനിക്കാ ജോലി ഇഷ്ടമായത് കൊണ്ടാണല്ലോ ഞാൻ ഇപ്പോഴും പോകുന്നേ. എനിക്കാ ജോലി ഇഷ്ടമാണ്. നമ്മൾ എന്ത് ജോലി ചെയ്താലും നമുക്കതിന് യാതൊരു പ്രശ്നമില്ല. ആ ജോലി ചെയ്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഈ എല്ലാ കാര്യവും നമുക്ക് ചെയ്യാൻ പറ്റും. അല്ലാണ്ട് വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമായിരുന്നോ? അത് ചെയ്യാൻ പറ്റിയപ്പോൾ എനിക്ക് ഒത്തിരി ഗുണങ്ങളല്ലേ ഉണ്ടായിട്ടുള്ളൂ. നമ്മൾ Q&A ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ കുറെ ചോദ്യങ്ങൾക്ക് നമ്മൾ മറുപടി തന്നു. അപ്പൊ നമ്മൾ സെലക്റ്റീവായ നല്ല ചോദ്യങ്ങൾക്കാണ് മറുപടി തന്നത്.
അപ്പൊ അതിന്റെ ഇടയ്ക്ക് ആൻസിയുടെ പഠിക്കുന്ന കേസ് അവൾ എന്താ പഠിച്ചതെന്നൊന്നും പറഞ്ഞില്ല. അത് മറന്നു കേട്ടോ കേസ്. അതെന്താ മതി ആൻസി എതുവരെ പഠിച്ചോ? അവള് BSc കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞതാണ്. അപ്പൊ ജോലി നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ജോലി കിട്ടിക്കഴിഞ്ഞാൽ സന്തോഷം. അവൾക്കും നമുക്കും ആഗ്രഹം അവൾക്ക് ജോലി വേണമെന്നാണല്ലോ. അവൾക്കും ആഗ്രഹം ജോലി വേണമെന്ന്. അവള് ജോലി കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നിന്ന് അടിച്ചു പുറത്താക്കും. അപ്പൊ എന്റെ പേരിലോട്ട് വീട് മാറ്റാനാണ് പറയണത്. എനിക്ക് എപ്പോഴും എല്ലാ മക്കളും ഒരേപോലെ ഞാൻ കാണുള്ളൂ. നീ കൂടുതൽ ആൻസി കൂടുതൽ അങ്ങനെയൊന്നുമില്ല, സോനം കൂടുതൽ, ഞാൻ 3 പേരെ ഒരേപോലെ കാണുള്ളൂ. സത്യമാണ്. അപ്പൊ ചില ആൾക്കാർ ചോദിക്കാതെ എങ്ങനെ കാണാൻ പറ്റുന്നതെന്ന് ചോദിക്കും ചില ആൾക്കാര്. നമ്മൾ കള്ളം പറഞ്ഞാന്നിരിക്കും. അത് ഒരിക്കലും ഇല്ല, ഒരിക്കലും ഒരു കള്ളം പറയണതല്ല ഞാൻ. അത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഈക്വൽ കൊടുക്കുന്നുണ്ട്. ഒരു അല്ല 3 പേർക്ക് ഈക്വൽ ഇത് കൊടുക്കുന്നുണ്ട്. അതെങ്ങനെ സാധിക്കണം? അതാ ഞാൻ പറഞ്ഞേ, കല്യാണം കഴിച്ച് നമ്മുടെ വീട്ടിൽ വന്നാൽ ഇവിടത്തെ പെങ്കൊച്ചല്ലേ, അവര് പിന്നെ ജീവിതകാലം മൊത്തം ഇവിടെയാണ്. അവരുടെ വീടല്ലല്ലോ അവർക്ക് പ്രധാനം. നമ്മുടെ വീട്ടിൽ വന്ന ആൾക്കാരെ നമുക്ക് ഒരിക്കലും മാറി കാണേണ്ട ഒരു കാര്യമില്ല. അവര് അങ്ങനെ ചെയ്താലേ അവർക്ക് നമ്മളോട് സ്നേഹം കാണുള്ളൂ. അതല്ലാതെ നമ്മൾ അവരെ ഒരിക്കലും എനിക്കത് അങ്ങനെ പറ്റൂല. തോന്നലുണ്ടായാലേ എനിക്കത് പറ്റൂല. കുടുംബത്തിൽ പ്രശ്നങ്ങളുണ്ടോ? എനിക്കത് അവളെ മാറ്റി കാണുന്നതിന് ഫൈറ്റില്ലാതെ ഒരു സുഖമില്ലടേ. അത് വേണ്ട, പറ്റൂല എനിക്ക്. അയ്യോ ഫൈറ്റ് വന്ന് നമുക്ക് എല്ലാവർക്കും ടെൻഷൻ അല്ലേ. എന്താ പറഞ്ഞേ? ടാറ്റാ ബൈ. I love you. Or woman are you just for nothing? No, but I think let's speak in it. ചക്കക്കൂരും മാങ്ങ തേങ്ങ അരക്കാതെ കടുക് വറക്കണം. നല്ല ടേസ്റ്റാ, ഭയങ്കര ഇഷ്ടം. തേങ്ങ ഇടൂല, എന്നിട്ട് കടുക് വറക്കണം. നല്ല ടേസ്റ്റ് അത്. ഒന്നാമത്തെ തേങ്ങയും കൂടി ഇട്ട കുറെ കറിയാകും. എന്നിട്ട് ഇത് നമ്മൾ കടുക് വറക്കണം. അപ്പൊ തേങ്ങ ഇട്ട് കഴിയുമ്പോൾ നമുക്ക് ചോറ് ഉണ്ണുമ്പോൾ ഒരു മടുപ്പ് പോലെ തോന്നും പെട്ടെന്ന്. പക്ഷെ തേങ്ങ ഇടാതെ ആകുമ്പോൾ കുറച്ച് അമ്മയ്ക്കും കൊടുത്തു കിട്ടാം. നല്ലതാ തേങ്ങ ഇടാതെ. പണ്ടൊക്കെ ഇതുപോലെ കറി വെക്കും. എന്ത് ടേസ്റ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടം. നന്നായിട്ട് കടുക് വറുക്കും. ഇതിപ്പോ അമ്മ ഇവള് വന്നപ്പിന് ഉണ്ടാക്കി തന്നാലാന്ന് തോന്നുന്നത്. എടാ ഞാൻ ഉണ്ടാക്കിയാൽ നീ കഴിക്കാറില്ല, അതുകൊണ്ടാ. അല്ല, ഞാൻ ഈ ചക്കൂര് മാത്രം പറക്കി തിന്നും. തേങ്ങ ഇട്ട് ഞാൻ വെക്കാറുണ്ട്. പക്ഷെ തേങ്ങ ഇട്ട് കഴിയുമ്പോ എനിക്കും തേങ്ങ ഇട്ട കറികൾ അങ്ങനെ വലിയ താല്പര്യമില്ല. പക്ഷെ ഇങ്ങനെ കിട്ടിമോളെ എന്താണ് അതേ രാവിലെ പരിപാടി. കുഞ്ഞിസ് ഇപ്പൊ പോയി. അപ്പൊ ഇനി കുറച്ച് കഴിഞ്ഞിട്ട് അമ്മ പോവും. രാവിലെ മാത്രം നമുക്ക് അമ്മ അങ്ങനെ രാവിലെ പോണത്. അമ്മ രാവിലെ അതിന് പോണേന്നാ. രാവിലെ സാരി എടുത്ത് പോകും. സാരി ഇടും, കാണിച്ച് ഒരു ബാഗ് എന്തോ സ്പീഡ് നടക്കും. അറിയോ, എന്തോ സ്പീഡ് നടക്കും. അമ്മ ഞാൻ പുറത്ത് പോകില്ല. അതല്ലെങ്കിൽ അതെ, എപ്പോ പോയാലും ഞാനിങ്ങനെ കുറച്ച് കഴിയുമ്പോ തിരിഞ്ഞു നോക്കണം. സോനം പതുക്കെ വരും. റോഡില് സ്പീഡിൽ നടക്കണത്. ഞാൻ ഭയങ്കര സ്പീഡിൽ നടക്കും. സാധാ ഞാൻ ഇങ്ങനെ നടക്കും, അമ്മ ഇങ്ങനെ നടക്കും. എന്നിട്ട് ഞാൻ കുറച്ചുകൂടെ എന്നിട്ട് തിരിഞ്ഞു നോക്കും സോനം വരുന്നുണ്ടോ. പിന്നെന്താ പരിപാടി സോനത്തിന്? ഇന്നലെ ആൻസി ഹോസ്പിറ്റലിൽ പോയത്. എന്റെ പൊന്നോ, എന്താ പറ്റി? വേണ്ട. ഇന്നലെ ആൻസി ഹോസ്പിറ്റലിൽ പോയ തലവേദന. പാവം. പിന്നെ നീ പാവം. ആര് പാവം? ഹലോ. ഇന്നലെ തലവേദന അല്ല ദൈവമേ. അപ്പൊ പറയട്ടെ, പല്ലുവേനായിട്ട് തലവേദന കേറി മാറി ഉറങ്ങി. വാവ കണ്ണുറങ്ങി. വാവ കൈ വെച്ചപ്പോ കണ്ണുറങ്ങുന്നു. അപ്പൊ തലവേദന കൂടി. ഛർദിച്ചു. രണ്ടുപേരെ വെളുപ്പിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഇന്നലെ രാത്രി എന്നിട്ട് ഉറങ്ങിയിട്ട് എനിക്ക് ഉറക്കം മാറിയുള്ളൂ. എപ്പോഴും പുട്ട്, എപ്പോഴും പുട്ടാണ്. നിങ്ങൾക്കിപ്പോ ഇത് കിട്ടുന്നുണ്ട്, നല്ല ഫുഡ് കിട്ടുന്നുണ്ട്. ഞങ്ങളൊക്കെ പണ്ട്
അതും തലേ ദിവസം വെച്ച അന്നൊക്കെ അങ്ങനെയാണ്. തലേ ദിവസം വെച്ച ചിലപ്പോ പച്ചരി വെക്കുകയായിരിക്കും. അന്നൊക്കെ റേഷൻ കടയിൽ നിന്ന് വെച്ച പച്ചരി വെക്കും. അത് കുട്ടിക്ക് ചെറുപ്പത്തിൽ എങ്ങനെയായിരുന്നു? അത് പിറ്റേ ദിവസം രാവിലെ ആ പച്ചരിയൊക്കെ വെക്കുന്നത് എങ്ങനെയാന്നുള്ളത് നമുക്കറിയാം. കട്ട പിടിച്ചൊക്കെ ഇരിക്കും. അതാണ് പിറ്റേ ദിവസം രാവിലെ വെള്ളം ഒഴിച്ച് ഞങ്ങൾ കഴിച്ചോണ്ട് പോയി. നമുക്ക് പണ്ട് വീട്ടില് പച്ചരി വീട്ടില് നമുക്ക് അവിടെ ഇപ്പൊ വരെ ഈ പച്ചരി കിട്ടും. നല്ല പച്ചരി പറ്റി നല്ല വെളുത്ത് കിട്ടും കേട്ടോ. അപ്പൊ നമുക്ക് ആ പച്ചരിക്ക് ചോറും ഉണ്ടാക്കും. ആ പച്ചരിക്ക് ചോറും തെയ്യൂലമ്മേ. ഒരു പാത്രം ഉണ്ടായിരുന്നു, എത്ര പാത്രം. അപ്പൊ അമ്മ നമുക്ക് പിള്ളേർക്ക് എല്ലാരും ഫസ്റ്റ് കൊടുക്കും. ഇപ്പൊ ചേച്ചി പറയുന്നത് കേട്ടിട്ടുണ്ടോ? എനക്ക് ആ സമയത്ത് ഞാൻ ചെറുപ്പല്ലേ. അപ്പൊ നമുക്കിട്ട് കഴിക്കില്ല. അപ്പൊ അമ്മ ലാസ്റ്റ് നിങ്ങൾ കഴിച്ച അത് കഴിഞ്ഞിട്ട് ഞാൻ കഴിക്കാൻ പറയും. പക്ഷെ ലാസ്റ്റില് ചോറേ ഉണ്ടാവില്ല അമ്മ. അത് എല്ലാ അമ്മമാരും കുടുംബത്തിൽ അങ്ങനെയാ. പണ്ട് എങ്ങനെയാണെന്നറിയാമോ? ഇപ്പൊ കിട്ടുന്ന അരികൾക്കാണ് കല്ലില്ലാത്തത്. പണ്ട് കിട്ടുന്ന അരിക്ക് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന അരിയൊക്കെ ആകുമ്പോ അതിന് കല്ലുണ്ടാവും അരിയില്. അപ്പൊ ചോറിലടിയിൽ വരുമ്പോ കല്ലുണ്ടാവും. അപ്പൊ പണ്ട് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം ചോറുണ്ടാക്കാലും മുമ്പ് എല്ലാവരും അപ്പന്മാർക്ക് വിളമ്പി വെച്ചിട്ടേ ചോറിനുള്ളൂ. എന്ന് വെച്ചാൽ അവർക്ക് കല്ലില്ലാതെ അവർ പണിയെടുത്തോണ്ട് വരുന്നല്ലേ. അപ്പൊ അവർക്ക് കല്ലില്ലാതെ കൊടുക്കാൻ അവർക്ക് മുമ്പേ കൊടുക്കും. ലാസ്റ്റ് വരുമ്പോ ഈ അമ്മമാർക്കൊക്കെ ഈ കല്ലും ഇതൊക്കെ അതെല്ലാം വീടുകളിലും അങ്ങനെ തന്നെ. അല്ല, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെയായിരുന്നു? ബ്രേക്ക്ഫാസ്റ്റ് അത് അമ്മ പറയും ചോറ് നമുക്ക് ഈ പച്ചരിക്ക് ചോറ് കൊടുത്തു കഴിഞ്ഞിട്ട് ഭയങ്കര ഹാർഡാവും. ചൂടുത്തുമ്പോ കഴിക്കുമ്പോ പച്ചരി നല്ല ടേസ്റ്റ്. പക്ഷെ തണുപ്പ് ആയി കഴിഞ്ഞാൽ പിന്നെ പച്ചരി ഭയങ്കര ഹാർഡാവും. അപ്പൊ നമുക്ക് രാവിലെ എന്താ ചെയ്യും? കട്ടൻ ചായ ഉണ്ടാക്കും. നല്ല മധുരം കട്ടൻ ചായ. ആ കട്ടൻ ചായ ആ പച്ചരി ഇടും. ആ പച്ചരിക്ക് ചോറ് ഇടും. അപ്പൊ കഴിക്കും നല്ല രുചി. പക്ഷെ ആ സമയത്ത് അതൊക്കെ ഇട്ടുമ്പോ നമുക്ക് ആ സമയത്ത് വിശപ്പാണ്. അപ്പൊ എന്ത് കിട്ടിയാലും അതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും. പണ്ടൊക്കെ എങ്ങനെയാണെന്നറിയോ? ചപ്പാത്തി വെള്ളപ്പഴം അല്ല, നിനക്ക് ബ്രേക്ക്ഫാസ്റ്റ് എന്തായിരിക്കും മെയിനായിട്ട്? രാവിലെ ഈ ചോറും പിന്നെ ചോറും ചായ എന്തെങ്കിലും ഒന്നും കഴിച്ചിട്ട് പോകും. നമുക്ക് അവിടെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ ഒന്നുമില്ല. ഇതൊക്കെ വെച്ച് നോക്കുമ്പോ എന്റെ സ്വർഗം ദോശ. നീ പിന്നെ റസ്ക് നമുക്കാണെങ്കിൽ അപ്പച്ചന് ബേക്കറി ഒന്നും ഉണ്ടായതുകൊണ്ട് എന്നും രാവിലെ റസ്ക് ഉണ്ടാവുമായിരുന്നു. അപ്പൊ ഇനി അന്ന് അങ്ങനെ. പക്ഷെ പിന്നീടാണ് ഇങ്ങനെ രാവിലെ ഈ പലഹാരം ഉണ്ടാക്കിയത്. പലഹാരം ഉണ്ടാക്കിയതുകൊണ്ട് ഒരു 10-35 വർഷമായിട്ടുള്ളൂ രാവിലെ പലഹാരത്തിന്റെ പരിപാടി. പാവം എന്റെ സോയിക്കോട്ട് ചെറുപ്പത്തിലെ കഞ്ഞി രാവിലെ, പിന്നെ ചപ്പാത്തി വല്ലപ്പോഴും കിട്ടുന്നുണ്ട്. ചപ്പാത്തി കിട്ടൂല. അതാണ് ഈയിടയ്ക്ക് എന്റെ പോക്കറ്റ് ഭയങ്കര കാലിയാവുന്നുണ്ട്. ഇപ്പൊ ഇങ്ങനെ കഴിച്ചോണ്ടിരിക്കും. അത് ചെറുപ്പത്തില്. പിന്നെ കുറച്ച് വലുതായി കഴിഞ്ഞാൽ പിന്നെ നല്ല ഫുഡ്, പിന്നെ അതുപോലെ തന്നെ ഞങ്ങളുടെ ഒക്കെ ചെറുപ്പത്തില് നമ്മൾ മീൻ ഇറച്ചൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും നല്ലത് നോക്കി വീട്ടിലെ ആണുങ്ങൾക്ക് കൊടുക്കും. അതങ്ങനെയാടാ. അതെന്തോ അങ്ങനെ എന്താ വെച്ചാൽ അവര് പണിയെടുത്തോണ്ട് വരുന്നത് കൊണ്ടായിരിക്കാം. അപ്പൊ ഞാൻ വിചാരിച്ചിട്ടുണ്ട് എന്നാണ് ഒരു നടുക്കഷ്ണം തിന്നാൻ പറ്റുന്നതെന്ന്. നടുമുറുക്കൊന്നും നമുക്ക് വാല് തല അങ്ങനെയൊക്കെ അങ്ങനത്തെ എന്താ വെച്ചാൽ ആണുങ്ങൾക്ക് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു പണ്ട്. ഇപ്പൊ അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ നോൺ വെജ് ഒരു ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഉണ്ടാക്കൂലേ. പക്ഷെ നമുക്ക് അമ്മ എന്താ ചെയ്യും? എല്ലാവർക്കും ഇത് ഇങ്ങനത്തെ പാത്രം എല്ലാവർക്കും ഒരുമിച്ച് കൊടുക്കും നോൺ വെജ്. അപ്പൊ ആരുമൊക്കെ കുറവ് തോന്നല്ലേ വിചാരിച്ച് എല്ലാവർക്കും ഒരുമിച്ച് എല്ലാവർക്കും ഇറ്റി തരണം ഒരു പാത്രം. അപ്പൊ നമുക്ക് എന്താ ചെയ്യും? പകുതി കഴിച്ച് പകുതി നാളൊക്കെ വേണ്ടി വെക്കും. അയ്യോ നല്ല എല്ലാരും അങ്ങനെ ചെയ്യും. ഏറ്റവും നോൺ വെജോ ചിക്കനോ അപ്പൊ ഫിഷ് എന്തെങ്കിലും ഉണ്ടാക്കും. പണ്ട് എനിക്കങ്ങനെയായിരുന്നു. അമ്മച്ച് കറി വരുമ്പോ എല്ലാവർക്കും ഒരു കഷ്ണം മീനും ഒരിത്തിരി ചാറും അങ്ങനെയാണ് നമുക്ക് ചോറ് തരുന്നത്. അല്ലാണ്ട് പിന്നെ കുറെ ഒന്നും അങ്ങനെ ഇല്ല. ഇന്നൊക്കെ നമുക്ക് ഇഷ്ടമുള്ള കഷ്ണം എടുത്ത് കഴിക്കാം. പക്ഷെ അന്നാ ശീലിച്ചുകൊണ്ടാണ് ഇന്ന് ഞാൻ കറി എടുക്കുമ്പോ നമ്മൾ കുറച്ച് എനിക്ക് എല്ലാ കറികളും എനിക്ക് കുറച്ച് മതി. അന്ന് നമ്മളങ്ങനെ ചെറുപ്പത്തിൽ ശീലിച്ചു തന്ന. എന്നിട്ട് എന്ത് ചെയ്യും? ഞാനും റോയിച്ചാച്ചനും എല്ലാ ബിരോചാച്ചനൊക്കെ ചോറിനുമ്പോ ഈ മീൻ അവിടെ വെച്ചോണ്ടിരിക്കും. മീൻ കഴിക്കൂല. ലാസ്റ്റ് എന്നിട്ട് ചോറുണ്ട് കഴിഞ്ഞിട്ട് അപ്പൊ ചാറ് കൂട്ടി ചോറുണ്ടും. എന്നിട്ട് ലാസ്റ്റ് മീൻ മാത്രം ഇത്തിരി ചോറിൽ ഇങ്ങനെ കുറച്ച് കഴിക്കും. അങ്ങനെയൊക്കെ ഭയങ്കര ഇതായിരുന്നു അന്നത്തെ കാലമൊക്കെ. പണ്ടങ്ങനെയായിരുന്നു. പക്ഷെ അത് രസമായിരുന്നു അല്ലേ? പിന്നെ ഈ തണ്ണിമത്തങ്ങ സീസൺ വരില്ല. സീസൺ വരുമ്പോ നമുക്ക് കിട്ടൂല. അയ്യോ വെല്ലം കിട്ടും. കിട്ടാലേം നമ്മൾ എന്താ ചെയ്യാൻ അറിയോ? കിട്ടാലേം ഇത് എല്ലാരും നന്നിട്ട് തിന്നും. ഇതെല്ലാം നന്നര തിന്നും. വെള്ളയാ തൊണ്ട്. തൊണ്ടും വെള്ള
പച്ച മാത്രം ഇച്ചിരി വെക്കും. ഞാനും ഇത് പണ്ട് തൊണ്ടിരുന്നായിരുന്നു. വെള്ളപ്പഴം കിട്ടണേ ഈ പഴം വല്ലപ്പോഴും ആൾക്കാർ കഴിക്കും. ആപ്പിള് ആ സമയത്ത് ആപ്പിള് മാങ്ങത്തെ മണവും കിട്ടുന്നുണ്ടല്ലോ. പറയണത് പണ്ട് നമ്മളിപ്പോഴത്തെ ആൾക്കാർ പറയില്ലേ പണ്ടത്തെ ഫുഡിന് സെയിം ഫുഡായിരിക്കും, അത് ടേസ്റ്റ് തോന്നുന്നത് എന്താണെന്നറിയോടാ? വിശപ്പ് നമുക്ക് കിട്ടാനില്ലല്ലോ, വല്ലപ്പോഴും അല്ലേ ഇതൊക്കെ കിട്ടുന്നേ. അതാണ് കണ്ടമാനം കഴിക്കുന്നുണ്ട് കേട്ടോ. സ്നാക്സ് ചിപ്സ് ഇപ്പൊ കൊറേ സ്നാക്സ് ചിപ്സ് കഴിക്കുന്ന സാധനങ്ങൾ കൊറേ ഉണ്ട്. പണ്ട് നമ്മൾക്ക് സമയത്ത് അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് സമയത്ത് നാരങ്ങ മിഠായി, ഓറഞ്ച് കളറ്, പിന്നെ ഇതുണ്ടല്ലോ നമുക്ക് കോയിന്റെ ഷേപ്പില് വെള്ള കളർ വെച്ചിട്ട് നല്ല. പണ്ട് ഞാൻ ഈ കുഞ്ഞിതായിരുന്നു ഒരു ഇതൊക്കെ പാടായിരുന്നോട് ഇവിടെയൊക്കെ കൃഷി ചെയ്യായിരുന്നു. ഇത് ഫുള്ള് കൃഷി ചെയ്യുന്ന സ്ഥലമായിരുന്നു. ഇതൊക്കെ കൃഷിയായിരുന്നു, ഇവിടെയൊക്കെ കൃഷി ചെയ്യുന്ന സ്ഥലമായിരുന്നു. എന്നിട്ട് ഈ അപ്പൊ ഇത്രേശം വരുമ്പോ ഉണ്ടാവുള്ളൂ, വരുമ്പ് മാത്രം വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് ഈ 1 രൂപ 1 പൈസ 2 പൈസ 1 പൈസ 2 പൈസ 5 പൈസ 10 പൈസ 20 പൈസ അങ്ങനത്തെ. അപ്പൊ അമ്മച്ചി അത് തന്ന് കടയിൽ വിടും. അപ്പൊ ഇതിൽ കൂടെ ഈ വരമ്പേക്കൂടെ അങ്ങ് പോയി അപ്പത്തെ ഇവിടെ എത്തുമ്പോ 2 കടകളുണ്ടായിരുന്നു, ചെറിയ കടകൾ. അവിടെ പോയാണ് ശർക്കര അങ്ങനത്തെ സാധനം. അതൊക്കെ നമുക്കിപ്പോ ഓർക്കുമ്പോഴേ ഭയങ്കര ഒരു ഇതാണ്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അന്നത്തെ നമുക്ക് ആ സമയത്ത് മിഠായി നമുക്ക് ശർക്കര തരും. അയ്യോ എന്തോ രുചി, ടേസ്റ്റ് അന്നത്തെ സാധനം. പണ്ടൊക്കെ വഴിയിൽ മാങ്ങ പൂക്കൂല്ലേ, മാങ്ങ പൊളി അല്ലെ, മതിന്റെ അടുത്ത് ഇത് എന്താ ചാമ്പക്ക അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലേ അത് സ്കൂൾ പിള്ളേർ തീർത്തിരിക്കും. ഇന്നൊക്കെ വേണ്ട, ചുമ്മാ ഇന്നൊക്കെ അത് പൂത്ത് കളച്ചിരിക്കുമ്പോ ഞാൻ നോക്കി പിള്ളേർക്കൊന്നും വേണ്ടത്. ഞങ്ങളൊരാള് പോലും ഈ അപ്പുറത്തെ വീട്ടില് ഇലഞ്ഞി മരം ഉണ്ടായിരുന്നു, ഇലഞ്ഞി ഇവരുടെ വീട്ടില്. എന്നിട്ട് രാവിലെ പോയി അപ്പൊ റോട്ടിലേക്കാണ് അതിന്റെ പൂവൊക്കെ വീഴുന്നത്. എന്നിട്ട് അത് പറക്കി എടുത്തിട്ട് മാല കോർത്തിട്ട് ഇലഞ്ഞിപ്പൂണ്ട് നല്ല മണം. ഇപ്പൊ അതൊക്കെ ഓർക്കുമ്പോഴേ ഭയങ്കര ഒരു ഇപ്പൊ കിട്ടുന്നില്ല കേട്ടോ. ഒരു ഓറഞ്ച് വെള്ള കളറ് അതൊക്കെ മാല ഉണ്ടാക്കാൻ നല്ല മണമുണ്ടാകും. ജാസ്മിനിലും കൂടുതൽ ഇന്നത്തെ പരിപാടി കഴിഞ്ഞിട്ടോ നമ്മുടെ. പിന്നെ നമ്മൾ Q&A ചെയ്ത് കഴിഞ്ഞു. പിന്നെ ലവ് സ്റ്റോറി കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ലവ് സ്റ്റോറി നമ്മൾ ആളുടെ ഇട്ടുണ്ട്, 1 വർഷം 2 വർഷം കൂടെ സാധനം ഇട്ടുണ്ട്. പക്ഷെ അത് ആൾക്കാർ തേടി പോയി കാണുന്നില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒന്ന് അല്ല ഷോർട്ടായിട്ട് കുറച്ച് അത് മറ്റേതാണ് 2 പാട്ടായിട്ട് പറഞ്ഞത്, ഇത് ഒറ്റ പാട്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെള്ളിയാഴ്ച തന്നെ ഇട്ടു കേട്ടോ, വെള്ളിയാഴ്ച വരും. അപ്പോൾ കാണാൻ താല്പര്യം കാണാം. അല്ല സേവിട്ടേ ഈ പ്രാവശ്യം ഞാൻ അധികം സംസാരിച്ചില്ല, വേറെ ഒന്നുമില്ല. കഴിഞ്ഞ ഞാൻ സ്കൂളിൽ സംസാരിച്ചു മനസ്സിലായില്ല എന്നുണ്ടപ്പോൾ സോയിക്കുട്ടിയാണ് കൂടുതൽ സംസാരിച്ചത് കേട്ടോ. അപ്പോൾ സോയിക്കുട്ടി പ്രാവശ്യം നല്ല ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അന്നൊക്കെ ബബ്ബായിരുന്നു പറഞ്ഞു. നിങ്ങളുടെ ലവ് സ്റ്റോറി കൊടുക്കുമ്പോ കേൾക്കുമ്പോഴേ ആർക്കൊരു ത്രില്ല് തോന്നൂല. ഫൈറ്റോ കാര്യങ്ങളോ വീട്ടുകാർക്ക് ഇഷ്ടമല്ല, നാട്ടുകാർക്ക് ഇഷ്ടമല്ല, അല്ലെങ്കിൽ ഇങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് കണ്ടു ഇഷ്ടപ്പെട്ടു, വീട്ടുകാർ കല്യാണം കഴിച്ചു വന്നു, അത്രല്ല. ഇങ്ങനത്തെ പരിപാടി ഉണ്ടോ? പിന്നെ നമുക്ക് ലവ് സ്റ്റോറി വരുന്നുണ്ട് ബുധനാഴ്ച. അപ്പൊ എല്ലാരും പോയി കാണാം. ബുധനാഴ്ച പിന്നെ ദിവസം ഇന്ന് ബുധനാഴ്ച അല്ലേ? അപ്പൊ ബുധനാഴ്ച ഇന്ന് വരും. ബുധനാഴ്ച ഇന്ന് ബുധനാഴ്ച അല്ലേ? നീ എനക്ക് വട്ടാക്കല്ലേ? ഇന്ന് ബുധനാഴ്ച. അപ്പൊ ഞാൻ പറഞ്ഞു ഇന്ന് ബുധനാഴ്ച. ഇന്ന് ബുധനാഴ്ച. അപ്പൊ ഈ വീട് ബുധനാഴ്ചയല്ല പോണത്, ഇന്നല്ല പോണത് ഈ വീഡിയോ. ഞാൻ വിചാരിച്ച ലവ് സ്റ്റോറി വീഡിയോ. ഈ വീട് ഇന്നല്ല പോണേ. ഈ വീട് എപ്പോ പോകും? ഇപ്പൊ പറയണത് ഇന്ന് പോവും. എനക്ക് അറിയില്ല. അപ്പൊ നീ ഏതാ വീഡിയോ എപ്പോ ഇടും എനക്ക് അറിയോ? അപ്പൊ ബുധനാഴ്ച കൺഫ്യൂസ് ചെയ്യ അപ്പൊ കുട്ടൊക്കെ. അപ്പൊ എന്തെങ്കിലും വീഡിയോ ഇന്ന് വരും. എല്ലാരും നോക്കാം. പിന്നെ ലൈക്ക് ചെയ്യുന്നു മറക്കല്ലേ. ലൈക്ക് ചെയ്യുന്നു, സബ്സ്ക്രൈബ് ചെയ്യുന്നു, ലൈക്ക് ചെയ്യുന്നു. ലവ് സ്റ്റോറി പിന്നെ ലവ് സ്റ്റോറി എപ്പോ വരുമേ? ഈ വീടിന്ന് പോയാലല്ലേ ഇത് കാണുന്ന ആർക്കും ലവ് സ്റ്റോറി വെള്ളിയാഴ്ച കാണാൻ പറ്റുള്ളൂ. പിന്നെ നമുക്ക് ലവ് സ്റ്റോറി ഫ്രൈഡേ. ഇന്ന് നമുക്ക് ഈ വീഡിയോ വരും, ഫ്രൈഡേ നമുക്ക് ലവ് സ്റ്റോറി വരും. ഈ വീഡിയോ ഇന്ന് പോയാലല്ലോ ലവ് സ്റ്റോറി വരുന്ന അടുത്ത വീഡിയോ അവർക്ക് മനസ്സിലാവുള്ളൂ. ആണോ?
പിന്നെ ബുധനാഴ്ച ഇന്ന് വീഡിയോ ഇടാൻ പറ്റും എങ്ങനെ തോന്നും? എനിക്ക് ഇങ്ങനെ മനസ്സിലാവും അപ്പേ. അപ്പൊ എല്ലാവർക്കും ബൈ ബൈ, ഹാവ് എ ഗുഡ് ഡേ. നല്ല സന്തോഷാവട്ടെ. അപ്പൊ എല്ലാവർക്കും ബൈ ബൈ, ലവ് യു. ഇത് ഉമ്മ എന്റെ അമ്മച്ചിമാർക്ക്, ചേച്ചിമാർക്ക്, എല്ലാവർക്കും എന്റെ യൂട്യൂബർ സബ്സ്ക്രൈബർമാർക്ക് എല്ലാവർക്കും കേട്ടോ. താങ്ക് യു, ബൈ ബൈ. പിന്നെ ചേട്ടാ ചേച്ചിമാർക്ക് തന്നില്ലല്ലോ, പറയില്ലല്ലോ. ഇത് എല്ലാവർക്കും വേണ്ടിട്ടാ.